قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്ത് എന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ ഭാഗം, ആദ്യത്തെ ഭാഗത്ത് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് ഈ സബ്ജക്റ്റ് എന്നുള്ളത്. സത്യഭാമ എന്നുള്ളൊരു സ്ത്രീ വർണ്ണങ്ങൾ വെച്ചിട്ട്, കറുപ്പ് വെളുപ്പെന്ന് വെച്ചിട്ട് ഒരു പരാമർശം നടത്തുകയും അതിന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഇസ്ലാം സൈഡിൽ നിന്ന് പലരും ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ള രീതിയിൽ വീഡിയോകൾ ഇറക്കുകയുണ്ടായി. അതിൽ ഹാരിസ് മദനിയും ഒരു വീഡിയോ ഇറക്കി. വർണ്ണവിവേചനം അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള ജാതി, മത, ഭാഷ, ദേശ വ്യത്യാസങ്ങളൊന്നും ഇസ്ലാം ആ വിവേചനങ്ങളൊക്കെ ഇസ്ലാം തച്ചുടച്ച് കളഞ്ഞതാണ്. വേരോട് കൂടി എടുത്ത് വലിച്ചെറിഞ്ഞ ഒരു സാധനമാണ് ഏത് ഇങ്ങനെയുള്ള വിവേചനങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ലിയാഖത്ത് അലി അതങ്ങനെ അല്ല, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയുള്ള വിവേചനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി. അതിന് കറുത്ത ബിലാലും വെളുത്ത സൽമാൻ ഫാരസി എന്നുള്ള തലക്കെട്ടാന്ന് തോന്നുന്നു. ആ ഒരു തലക്കെട്ടിൽ ലിയാഖത്ത് അലി ഒരു വീഡിയോ ഇറക്കിയിട്ട് ഇത് ഇങ്ങനെയൊന്നും അല്ല എൻ്റെ കാര്യങ്ങൾ, ഇസ്ലാമിൽ വേർതിരിവുണ്ട് എന്നൊരു വീഡിയോ ഇറക്കമുണ്ടായി. അപ്പോൾ അതിന് നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ടിൽ മറുപടി നൽകി. അതായത് കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്ത് അലി, അതായത് ശരിയും തെറ്റും, അന്ധകാരവും വെളിച്ചവും മനസ്സിലാകാത്ത ലിയാഖത്ത് അലി, വെളിച്ചത്തിന് അന്ധകാരമെന്നും അന്ധകാരത്തെ വെളിച്ചമെന്നും പറയുന്നു. അതിന് നമ്മൾ തെളിവ് സഹിതം ഒരു പോർഷന് നമ്മൾ ഉത്തരം പറഞ്ഞു. ഒരു ക്ലിപ്പ് ഇട്ടിട്ട് അത് ലിയാഖത്ത് അലി എത്രത്തോളം അതിനെ വക്രീകരിച്ച് പറയുന്നു, എത്രത്തോളം സത്യം മുന്നിൽ കണ്ടിട്ടും പകൽ പോലെ വെളിച്ചമായ ഒരു നേരെയുള്ള സത്യം കണ്ടിട്ടും ഇസ്ലാമിൽ ആരും ആരോപിക്കാത്ത കാര്യമാണ് ഈ ജാതി വർണ്ണ വ്യത്യാസം ഒരിക്കലും ഇസ്ലാമിലില്ല എന്നുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹജ്ജ് പോലെയും അതുപോലെ ഒരുപാട് കറുപ്പ് വർഗ്ഗക്കാരൊക്കെ ഇസ്ലാമിലോട്ട്, ആസ്ലേഷ് മുഹമ്മദ് അലി പോലെ, കാഷ്യസ്, അതുപോലെ മറ്റേ മാൽക്കം എക്സ്, ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. അവർക്കെല്ലാം മനസ്സിലായി ഇസ്ലാമിലാണ് സമത്വം ഉള്ളതെന്നുള്ളത്. പക്ഷേ അതുപോലും ഇല്ല എന്ന് ലിയാഖത്ത് അലി കിടന്ന് അങ്ങനെ അതില്ല എന്ന് ശ്രമിക്കാനായിട്ട്, ഇസ്ലാമിൽ അങ്ങനെ അസമത്വം ഉണ്ട് എന്ന് കാണിക്കുന്ന തത്രപ്പാടുകളൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചു. അപ്പം കൺമുമ്പിൽ സത്യം കണ്ടിട്ടും അത് കണ്ണടച്ചിട്ട് അത് ഇരുട്ടാക്കുകയാണ് ലിയാഖത്ത് അലി ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്ത് അലിയാണ്. അതിൽ ഒരു ക്ലിപ്പും കൂടെ, ഇത് തന്നെയായിരിക്കും ലാസ്റ്റ് ഭാഗം നമ്മൾ, അതായത് ഇതിനകത്ത് ഈ ഒരു ക്ലിപ്പും പിന്നെ ഈ ക്ലിപ്പില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി ലിയാഖത്ത് അലി അതിനകത്ത് പരാമർശിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇതോടെ തീർക്കും. ഈ സബ്ജക്റ്റ് ഇതോടെ തീർക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. പറഞ്ഞതുപോലെ ഇസ്ലാം ഇവരിൽ പഠിപ്പിച്ചിട്ടുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം പുറത്തോട്ട് തള്ളി വരും. ഇപ്പോൾ കറുകറുത്ത ബിലാൽ, വെളുവെളുത്ത സൽമാൻ ഫാരിസ് എന്നിവർ വകതിരിവോടുകൂടി പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ വേർതിരിച്ച് പറയുമ്പോൾ അവരുടെ അവരുടെ ഉന്നം വ്യക്തമാണ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമില്ലായ്മയും വെളുപ്പ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവും. സൽമാൻ ഫാരിസ് സൗന്ദര്യത്തിന്റെ പ്രതീകവും കറുത്ത ബിലാല് സൗന്ദര്യമില്ലായ്മയുടെ പ്രതീകവും. ഈ സൗന്ദര്യത്തെയും സൗന്ദര്യമില്ലായ്മയും ചേർത്ത് നിർത്തി എന്നതാണ് ഇസ്ലാമിന്റെ മഹത്വമായിട്ട് ഇവർ പറയുന്നത്. ഇവിടെ എവിടെയും കറുപ്പിന് കറുപ്പിനേക്കാൾ മനുഷ്യന്റെ തൊലിയുടെ നിറത്തിൽ സൗന്ദര്യവുമായി യാതൊരു ബന്ധമില്ല എന്നൊരു അധ്യാപനമൊന്നുമില്ല. തൊലിയുടെ നിറം മനുഷ്യന്റെ സൗന്ദര്യവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല എന്ന്, അല്ലെങ്കിൽ സൗന്ദര്യത്തെ ഇസ്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വേർതിരിവോടുകൂടിയാണ്. കാരണം ഇസ്ലാമിൽ നന്മയുടെ നിറം വെളുപ്പും തിന്മയുടെ നിറം കറുപ്പും. ക്ലിപ്പ് കേട്ടല്ലോ. ഇതിനകത്ത് ലിയാഖത്ത് അലി തുടങ്ങി വെക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ച സൗന്ദര്യ സങ്കല്പം വെളുപ്പ് സൗന്ദര്യവും കറുപ്പ് സൗന്ദര്യമില്ലായ്മയാണ് എന്നുള്ള രീതിയിലാണ്. ഇസ്ലാം എവിടെ അങ്ങനെ പഠിപ്പിച്ചത്? വെളുത്തവരെല്ലാം നല്ല സൗന്ദര്യമുള്ളവരാണ്, കറുപ്പെല്ലാം സൗന്ദര്യം ഇല്ലാത്തവരാണ് എന്ന് ഇസ്ലാം എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അതിന് ഉദാഹരണം ഇത് പറയാനുള്ള കാരണം ലിയാഖത്ത് അലി കാണിക്കുന്നത് കറുത്ത ബിലാലെന്നും വെളുവെളുത്ത സൽമാൻ ഫാരിസി എന്ന് പറഞ്ഞു. സാധാരണ പ്രസംഗങ്ങൾ മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ട്. അത് ആളുകളുടെ കാഴ്ചപ്പാടായിരുന്നു. അന്നത്തെ ആളുകൾ ശരി, ഇന്നത്തെ ആളുകൾ ശരി, അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ഇസ്ലാം പറയുന്നതല്ല. അത് ആളുകൾക്കൊരു സങ്കല്പം കാണും, ഇത് കൊള്ളാം, ഇത് കൊള്ളത്തില്ല എന്നുള്ളത്. പക്ഷേ ഇസ്ലാം അങ്ങനെ കണ്ടില്ല. അവർ രണ്ടുപേരെയും ചേർത്ത് വെച്ചു, യോജിപ്പിച്ചു. അത് പറയുന്നുണ്ട് ലിയാഖത്ത്, രണ്ടുപേരും ചേർത്ത് വെച്ചു. അപ്പം അതിൻ്റെ അർത്ഥം ആ സങ്കല്പം ഇല്ല എന്നുള്ളതല്ലേ. അങ്ങനെ വേർതിരിച്ച് കാണരുത്. നിങ്ങൾ കറുപ്പും അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ വ്യത്യാസമായിട്ട് കാണരുത്. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടുപേരിലും ആ വ്യത്യാസം കൽപ്പിക്കരുത് എന്ന് തന്നെയല്ലേ ഇസ്ലാം പഠിപ്പിച്ചു. രണ്ടുപേരും ഒന്നിച്ചില്ല ഇല്ല, അല്ലെങ്കിൽ സൗന്ദര്യം വെളുത്ത ആൾക്കാർ, സൗന്ദര്യമുള്ളവരൊക്കെ ഫസ്റ്റ് സഫിൽ നിന്നില്ല, കറുത്ത സഫ് ആൾക്കാരൊക്കെ ബാക്കിൽ പോയിരുന്നില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചോ? അങ്ങനെയാണെങ്കിലാണ് ലിയാഖത്ത് അലി പറയുന്നത് ശരിയാവുക. വെളുത്തതെല്ലാം സൗന്ദര്യത്തിൻ്റെയും കറുപ്പെല്ലാം സൗന്ദര്യം ഇല്ലാത്തതിൻ്റെയും. അതുകൊണ്ട് എന്ത് നൽകി ഇസ്ലാം അവർക്ക് സ്ഥാനം നൽകിയോ? കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും സ്ഥാനത്ത് ആൾക്കാരെ വേർതിരിച്ചിരുത്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? അതോ ഇത് ചെയ്തുകൂടാന്ന് പറഞ്ഞു? ചെയ്തുകൂടാന്നാണ് പറഞ്ഞത്. ഇത് ഒരിക്കലും ചെയ്യരുത്, ഇത് ശരിയല്ല, ഇത്
നിങ്ങളങ്ങനെ നോക്കാനേ പാടില്ല. അത് നമ്മൾ അതിന് പറഞ്ഞു. ഖുർആൻ്റെ 49:13 ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു, ഒരു ആണ് ഒരു പെണ്ണിൽ, ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ മാതാവിലും ഒരേ പിതാവിലും നിന്ന് ജനിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല ജനനത്തിൻ്റെ വ്യത്യാസത്തിൽ. പക്ഷേ നിങ്ങളെ പല ഗോത്രങ്ങളും ഇതാക്കിയത് നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാനാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് നിങ്ങൾക്ക് ആർക്കാണ് അടുപ്പമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചെയ്തിയാണ്, ധർമ്മനിഷ്ഠമുണ്ട്, ആരാണ് നല്ല നടക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്ന് ക്ലിയറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെയും ഇസ്ലാം സൗന്ദര്യ സങ്കല്പം അല്ലല്ലോ ഇസ്ലാം പഠിക്കും. സൗന്ദര്യം ഓരോരുത്തരുടെ രീതിയിലാണ്. ഒരാൾക്ക് കറുപ്പ് പിടിക്കും, ഒരാൾക്ക് ബ്ലാക്ക് പിടിക്കും, വെള്ളം പിടിക്കും. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓരോരുത്തർക്ക് ഇപ്പോൾ ഷർട്ട് എടുത്താൽ തന്നെ ഒരാൾക്ക് ബ്ലാക്ക് ഷർട്ട് പിടിക്കും, ഒരാൾക്ക് വൈറ്റ് ഷർട്ട്, ഒരാൾക്ക് ചുവപ്പ് ഷർട്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന തന്നെ നീ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇപ്പോൾ ലിയാക്കത്തിലേക്ക് എന്ത് ഇഷ്ടമാണ് ആർക്കും? ലിയാക്കത്തിൻ്റെ സൗന്ദര്യ സങ്കല്പം വേറെ ആയിരിക്കും. നമുക്കത് പറയാൻ പറ്റും. എനിക്കുള്ള സങ്കല്പമായിരിക്കണം ലിയാക്കത്തിരിക്കുന്നത് പറഞ്ഞൊരു കാര്യമില്ല. പൊതുവേ ആളുകൾ കണ്ടിരുന്നത് ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ലേവ്സ് കംപ്ലീറ്റ് ബ്ലാക്ക് ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്നാണ് അവരെ പിടിച്ച് ചെയ്തിരുന്നത്. അമേരിക്കയിലെല്ലാം ആ സ്ലേവ് സിസ്റ്റവും കറുപ്പ് വെളുപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര ഇന്നും ഉണ്ട്. കറുപ്പിന് സെപ്പറേറ്റ് ജയിൽ, വെള്ളയ്ക്ക് സെപ്പറേറ്റ് ജയിൽ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് ജാതി വ്യവസ്ഥയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് ഇസ്ലാം അംഗീകരിച്ചോ അതെതിരെ സംസാരിച്ചോ? അതിന് ചില ഉദാഹരണങ്ങൾ അതിനകത്ത് പറഞ്ഞു. ഇതെല്ലാം ഇസ്ലാം എതിർത്തു. ഹജ്ജിൽ നിങ്ങൾ നോക്കുക, വെള്ള ആൾക്കാരെല്ലാം ഫസ്റ്റ് സഫിൽ നില്ല്, അല്ലെങ്കിൽ ഫസ്റ്റ് തവാഫ് ചെയ്യും, കറുപ്പെല്ലാം പിന്നെ ചെയ്യുന്നു പറയുന്നുണ്ടോ? ഇല്ല. ആദ്യം വരുന്നവൻ ആദ്യം. പള്ളിയിലാണെങ്കിലും ശരി, നമ്മളെ ലോക്കൽ പള്ളിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ശരി, ഹജ്ജിലാണെങ്കിലും ശരി, ആദ്യം വരുന്നവൻ ആദ്യം. കറുപ്പ് കറകറാന്നിരിക്കുന്ന കറുപ്പ്, അത് പറയുമ്പോൾ അത് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ല. അത് ആൾക്കാർ ജനങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന കരി പോലെയുള്ള ആൾ ഫ്രണ്ടിൽ നിൽക്കും, വെളുവിളാവുന്ന തക്കാളി പോലെ ഇരിക്കുന്ന ആ വെള്ളക്കാരൻ യൂറോപ്പിൽ നിന്ന് ബാക്കിൽ നിൽക്കും ഹജ്ജിൽ. എന്നിട്ട് നിസ്കരിക്കുമ്പോൾ ആ കറുത്ത ആളുടെ പാദത്തിൽ ചിലപ്പം ഈ വെള്ള ആളുടെ നെറ്റി ചിലപ്പോൾ തട്ടും നിസ്കരിക്കുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ. ഈ സമത്വം എങ്ങനെ കൊണ്ടുവന്നു ഇസ്ലാം? അതല്ലേ ഇവിടെ ചോദ്യം. അത് അങ്ങനെ ക്ലിയറായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും മാനവിക സമ്മേളനം, മഹാസമ്മേളനം എന്ന രീതിയിൽ ഹജ്ജിൽ നമ്മൾ ചെയ്ത് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 1500 വർഷമായിട്ട് അന്ന് കാണിച്ചു. 1500 വർഷമല്ല, ഇബ്രാഹിം നബിയുടെ കാലം മുതലാണ്. അന്ന് മുതലേ ഉണ്ട് ഹജ്ജ്. അന്ന് മുതൽ ഇന്ന് വരെയും മാനവിക സഹോദര്യവും മാനവ ഐക്യവും യാതൊരു വ്യത്യാസമില്ല. അവർ രാജാവാണെങ്കിലും ശരി, അധികാരമുള്ളവർ, അവിടുത്തെ രാജാവാണെങ്കിൽ ആ വെള്ളയിട്ട് അവർ ഒറ്റ മുണ്ടും ഒറ്റ ഷർട്ടിൽ ഷോളിലിട്ടേ അവിടെ വരാൻ പറ്റത്തുള്ളൂ. അവിടെ വന്നിട്ട് ഒരു വിവേചനം കാണിക്കാൻ പാടില്ല, അവിടെ പറ്റത്തില്ല. ഓഫീസിൽ വലിയ ആളായിരിക്കാം, ഭരണാധികാരി അയാൾക്ക് വേറെ സെറ്റപ്പ് ആയിരിക്കാം, അതൊക്കെ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അധികാരമോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കത്തില്ല. നിങ്ങളുടെ ചെയ്തികൾ മാത്രം, ഉള്ളിൽ മാത്രം, മനസ്സ് മാത്രമാണ് അല്ലാഹു നോക്കുന്നത് എന്ന് തെളിയിക്കുന്നതല്ലേ ഹജ്ജ്. ഇപ്പോൾ ഇത്രയും ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചിട്ടിരിക്കുമ്പോൾ ലിയാക്കത്തിൽ ഇവിടെ കിടന്ന ഇടയ്ക്ക് ഓണത്തിനിടയ്ക്ക് വിട്ടുവെച്ചിട്ട് നടത്തുന്നവർക്ക് അങ്ങനെ സമത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എവിടെ ഏക്കത്തില്ല ലിയാക്കത്തിൽ ഇതൊക്കെ. ഉടനെ നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ പറയുന്ന തെറ്റിദ്ധാരണ ഇത്രയും നാൾ നമ്മൾ കേട്ടോണ്ടിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചില ആൾക്കാരെങ്കിലും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പോഴപ്പോഴും നിങ്ങൾ കാണിക്കുന്ന ഉടായ്പകൾ ഇവിടെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ ചാനലിൽ സ്ട്രെയിറ്റ് നിങ്ങൾ പറയുന്ന പോയിന്റിന് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് നമ്മൾ പറയുകയാണ്. വേറെ ഒന്നും പറയുന്നില്ല. നേരെയുള്ള നിങ്ങളെ വ്യക്തിഗത ഒന്നും ചെയ്യുന്നില്ല. പറയുന്നത് ശരിയല്ല, ഒരു എണ്ണം പോലും ശരിയല്ല. നിങ്ങൾ വയ്ക്കുന്ന ഒരു പോയിന്റ് പോലും ശരിയല്ല. നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിന് ശരിക്കും ഖണ്ഡനവും അതിൻ്റെ റെഫറൻസ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഖണ്ഡനം ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. വെറുതെ സൗന്ദര്യ സങ്കല്പം മാത്രം പറയരുത്. സൗന്ദര്യ സങ്കല്പം അത് ഇപ്പോൾ എന്തുകൊണ്ടാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഇത്രയും വളർന്ന് കിടക്കുന്നത്? ഈ കറുപ്പ് ഏതെങ്കിലും നിങ്ങളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും കറുത്ത പെണ്ണ് നിങ്ങൾ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല. എല്ലാം വെളുത്ത പെണ്ണ് മാത്രമേ ഉള്ളൂ. അതെന്താ? അത് കറുത്ത പെണ്ണ് പോലും മേക്കപ്പ് ഇട്ട് വെള്ളം വരെ നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്? കറുത്ത ആൾക്കാർക്ക് പോലും അങ്ങനെ തോന്നുന്നത് എന്താ? അത് പൊതുവേ ലോകത്ത് അങ്ങനെ ഒരു ഇത് വന്നുപോയി. വെള്ളയെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നടക്കും. ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ സ്ഥലങ്ങൾ നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന ഞാൻ പറയുകയാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ അമേരിക്കയിലായാലും അവിടെ ഉണ്ട്. ഇവിടെ അത് തന്നെയാണ്. അത് എല്ലാവർക്കും വെള്ളയാവണം. മുഖത്ത് എന്തെല്ലോ ചായവോ അതെല്ലാം തേച്ച് അവസാനം അത് ആകെ സ്കിന്നിന് കേടായി, അത് പുറത്ത് വെയിലത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അസുഖം വരുന്ന കണക്ക് എന്തെല്ലാം തേച്ച് അത് അങ്ങനെ ആക്കാൻ നോക്കുന്നു. അപ്പോൾ സ്വന്തം തന്നെ ഒരു കറുത്ത ആൾ തന്നെ എനിക്ക് വെള്ള തന്നെ വേണം എന്ന് അയാൾ വിചാരിക്കുന്നു. അപ്പോൾ അത് തെറ്റാ ശരിയോ? വേറൊരാൾ പറയുന്നത് പോട്ട് സ്വന്തം ആൾ തന്നെ അയാൾ തന്നെ സ്വയം എൻ്റെ കറുപ്പ് എനിക്ക് ശരിയല്ല, എനിക്ക് വെളുപ്പാക്കണം, അല്ലെങ്കിൽ വെളുപ്പിച്ച് കുറഞ്ഞു, എനിക്ക് കൂടുതൽ വെളുപ്പ് വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ അത് അവരവരുടെ സൗന്ദര്യ സ്ഥലമാണ്. ഇസ്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നവർ. എത്ര ഇൻഡസ്ട്രി, ഈ ക്രീം വിൽക്കുന്ന ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എത്ര $1 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് തെളിയിക്കുന്നത്? സൗന്ദര്യ സങ്കല്പം ആൾക്കാരുടെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്താണ് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ കാണുന്നു, പക്ഷേ അങ്ങനെ കാണാൻ പാടില്ല. അങ്ങനെ യാതൊരു മേന്മയും ഇല്ല, വെളുപ്പിന് കറുപ്പിനെക്കാട്ടില്ല എന്ന് നമ്മൾ 49:13 ആയത്ത് പറഞ്ഞു. അതുപോലെ നിങ്ങൾ മുസ്നദ് അഹമ്മദിൽ കാണാം 22978 എന്നുള്ള ഹദീസിൽ ഹജ്ജത്തുൽ വിദായിൽ ഫൈനലായിട്ട് പറഞ്ഞ പ്രവാചകൻ ലാസ്റ്റായിട്ട് പറഞ്ഞത് ക്ലിയറായിട്ട്, അതായത് തങ്ക ലിപിയിൽ എഴുതി വെക്കേണ്ടത്, കറുപ്പ് വെളുത്ത തൊലിക്കാരന് കറുപ്പന തൊലിക്കാരന് കളറിനെ കാട്ടി യാതൊരുവിധ മേന്മതയില്ല വാക്കുകളാണ് പറഞ്ഞത്. വൈറ്റ് ഹാസ് നോ സുപ്രീമസി ഓവർ ബ്ലാക്ക്. വെള്ളക്കാരന് കറുത്ത വർഗ്ഗക്കാരനെ കാട്ടി യാതൊരുവിധ
സുപ്രീമസി ഇല്ല. അതെന്തുകൊണ്ട് പറഞ്ഞാൽ അന്ന് സുപ്രീമസി ഉണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തിരിച്ചറിഞ്ഞെങ്കിൽ തിരിച്ച് പറഞ്ഞത് കറുപ്പാണ് സുപ്രീമസി വിചാരിച്ചിരുന്നെങ്കിൽ അതില്ലെന്ന് പറഞ്ഞാൽ പൊതുവെ ലോകത്ത് എന്താണ് ധാരണ അതിനെയാണ് ഇസ്ലാം അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. അല്ലാതെ സൽമാൻ ഫാരിസി വെളുത്തുകൊണ്ട് സൗന്ദര്യവും ബിലാൽ കറുത്തതുകൊണ്ട് സൗന്ദര്യം ഇല്ലാത്തത് ഇസ്ലാം പറഞ്ഞതല്ല. ആ സമൂഹം പൊതുവെ അന്നും ഇന്നും പൊതുധാരയിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അത് പക്ഷേ ഇവിടെ വില പോകത്തില്ല, അള്ളാഹുവിൻ്റെ അടുത്ത് വില പോകത്തില്ല. ഒരു സുപ്രീമസി ഇല്ല, നിങ്ങളെ തക്വ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു അറബിയും ഒരു നോൺ അറബിയും അജ്മിയും അറബി അജമിയും തമ്മിൽ, അജ്മി എന്ന് പറഞ്ഞാൽ നോൺ അറബ് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അന്നത് പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കെ. അന്നത്തെ കാലത്ത് അജമി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഏത് അറബികൾ അന്യഭാഷ സംസാരിക്കുന്നവരെ, അതായത് അറബി അല്ലാത്ത ഭാഷ സംസാരിക്കുന്നവർ അജമി എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അറിയാത്തവൻ. മൃഗങ്ങളെ പറയുന്നതാണ്. മൃഗങ്ങൾക്ക് ഭാഷ സംസാരിക്കാൻ പറ്റത്തില്ല, ഊമ പോലത്തെ. ബാക്കിയുള്ള പറയുന്നൊന്നും ഭാഷ എന്നുള്ളതല്ല, ആ സംസാരം അറിയത്തില്ല എന്ന് പറയുന്നത്. സാധാരണ എല്ലാം പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയാണ്. ഇപ്പോൾ തമിഴ് പോയി കഴിഞ്ഞാൽ അവർ ഭാഷയോട് കൂടുതൽ ക്രൈസുള്ള ആൾക്കാരാണ്. അതാണ് ആദ്യത്തെ ഭാഷ, തമിഴാണ് എല്ലാത്തിലും മുകളിൽ നിൽക്കുന്ന ഭാഷ എന്നൊക്കെ പറയും. ബാക്കിയെല്ലാം താഴ്ന്ന ഭാഷയാണെന്നുള്ളത്. അറബികൾ വിചാരിച്ചിരുന്നത് താഴ്ന്ന ഭാഷ എന്നല്ല, അതൊന്നും ഭാഷയല്ല, നീ ഒന്നും സംസാരിക്കുന്നില്ല, നീ എല്ലാം ആടുമാടുകളാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ മുമ്പിൽ പോയാണ് പ്രവാചകൻ പറയുന്നത് ഒരു മേന്മയില്ല, ഒരറബിക്കും മറ്റൊരു അനറബിയെക്കാട്ടിൽ ഒരു മേന്മയില്ല. അള്ളാഹുവിൻ്റെ തക്വ, നിങ്ങളുടെ ഡീഡ്സ്, നല്ല ചെയ്തികൾ, ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അത് ജാഹിലിയ കാലത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളും ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിൽ ഇട്ട് ചവിട്ടി ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇത് ജാഹിലിയ കാലത്തെ, അതായത് ഇതിനു മുമ്പ് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലത്തെ അന്ധവിശ്വാസങ്ങളിൽ പെടുന്നതാണ് ഇതെല്ലാം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാവ് ഒന്ന്, നിങ്ങളുടെ ദൈവം ഒന്ന്. അത് മറ്റേ ഇത് ഹദീസിൽ ഇത് 2278 കണ്ടില്ലേ. അതുപോലെ മക്ക ഫത്തഹിൽ, മക്ക വിജയത്തിൽ അപ്പോഴും പറയാം ഇതേപോലെ. അത് നിങ്ങൾ തിർമിദിയിൽ 3270 കാണാം. അതിനകത്ത് നിന്നാണ് പറയുന്നത് നിങ്ങളുടെ പിതാവ് ഒന്ന്, നിങ്ങളുടെ ദൈവം ഒന്ന്. നിങ്ങളുടെ ദൈവം ഏകദൈവം അല്ലാഹു. പിതാവ് ഒന്നാണ്, ആദമാണ്. ആദമിൽ നിന്നാണ് നിങ്ങളെല്ലാം വന്നേക്കുന്നത്. ഒരാളെക്കാട്ട് മേന്മയല്ല അവരുടെ ചെയ്തികൾ ഒഴികെ എന്ന് പറയുന്നത് തിർമിദി 3270. ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ ഇതിനകത്ത് ഇടയ്ക്കൂടെ ലിയാഖത്തിൽ എന്ത് ഗോളടിക്കാനാണ് നോക്കുന്നത്? ഒന്നും നടക്കത്തില്ല. അപ്പം ഇതിൽ ക്ലിയർ കൺസെപ്റ്റാണ് ഇസ്ലാം ഈ കറുപ്പും വെളുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ സിനിമയിൽ പോയി ഇത് രാക്ഷസിയെ കാണിക്കുന്നത് എങ്ങനെയാണ്, കറുത്തും വല്ലക്കന്നിയുണ്ട്, ഇങ്ങനെ മൂക്കക്കല, അങ്ങനെയെല്ലാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാം പറഞ്ഞിട്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. അത് പൊതുവെ അങ്ങനത്തെ ഉള്ള ഒരു കൺസെപ്റ്റിലാണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. എല്ലാ സിനിമയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഒരു വികൃത രൂപത്തിനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലാക്കിനായിരിക്കും അവർ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും കൊള്ളാം, മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും കൊള്ളാം. അതിന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് പൊതുവെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇനി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വിമർശിക്കുന്നുണ്ട്. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് മൗദിനാണ്. ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാമിൽ വരുമ്പോൾ ആദ്യമായിട്ട് ബാങ്ക് വിളിപ്പിക്കുന്നത് ബിലാലിനെ കൊണ്ടിട്ടാണ്. ബിലാലിനെ വെച്ചിട്ടാണ് പ്രവാചകൻ ബാങ്ക് വിളിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മക്ക വെറ്റിക്ക് ആ സമയത്ത്, മക്ക ജയിച്ച സമയത്ത്, മക്ക വിജയത്തിന് ശേഷം ആദ്യമായിട്ട് കാബയ്ക്കകത്ത് പോയിട്ട് ബിലാൽ തന്നെയാണ് കാബയുടെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കുന്നത്. ഇത് വിമർശിക്കുന്നു. ഏത് ലിയാഖത്തിൽ ആ കുബുദ്ധി കാണണം. ലിയാഖത്തിയുടെ കുബുദ്ധി കാണേണ്ടത് ഇവിടാണ്. ഇതാണ് ഞാൻ കറുപ്പ് വെളുപ്പം തിരിച്ചറിയാൻ പറ്റാത്തത്. അസത്യവും സത്യവും തമ്മിൽ നേരെ റിവേഴ്സ് ആക്കുന്നത് നോക്കണം. അതായത് ഇസ്ലാമിലെ ഒരു വലിയൊരു പുണ്യകർമ്മം ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിളിപ്പിക്കുന്നത്, ആദ്യം ഒരു വലിയൊരു, ഇന്ന് ആ ബാങ്കിന് വെച്ചിട്ട് ഇസ്ലാമിൽ കിട്ടുന്ന മേന്മയും ലോകത്തിൽ കിട്ടുന്ന സ്വീകാര്യതയും ആ ബാങ്ക് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതും, ഇത് നിങ്ങളുടെ നല്ലൊരു കോളാണ്, ഇത് വിളിക്കുന്നത് നല്ല വേർഡ്സാണ് പറയുന്നത്, അത് ഞങ്ങൾക്ക് ഒരുപാട് ആകർഷിക്കുന്നുണ്ട് നൽകുക. ഇന്ന് ഇസ്ലാമിൻ്റെ വലിയൊരു മുഖഭദ്രയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ് ബാങ്ക്. അത് വിളിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ എന്ത് വലിയൊരു പുണ്യമാണത്. അത് കൊടുത്തത് ബിലാലിനാണ്. അതൊന്നും ലേഖത്തിലേക്ക് കാണണ്ട. ലേഖത്തിലേക്ക് കാണുന്നത് എന്താണെന്നറിയാം, ഈ പൊരി വെയിലത്ത് ബിലാലിനെ മക്കയുടെ പുറത്ത് കയറ്റി, കാബയുടെ പുറത്ത് കയറ്റിയിട്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അത് ക്രൂരതയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. എത്രത്തോളം മനസ്സിൽ ആ കറുപ്പ് അടിഞ്ഞ് കിടക്കുന്നു എന്നുള്ളത്. കാബയുടെ പുറത്ത് കയറ്റിയത് ആ വെയിലത്ത് പിടിച്ച് കയറിയത് വലിയ പാടായി പോയെന്ന്. അത് അവിടെ വെളുത്ത ആൾക്കാരും വിടാതെ ബിലാലിനെ മോളിൽ കയറ്റി കഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചാൻസ് കിട്ടേണ്ടത് ആ മക്ക വിജയം ആലോചിച്ച് നോക്കുക. മക്ക വിജയവും ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന സമയത്ത് മോളിൽ കയറി അവിടെ ബാങ്ക് വിളിക്കാൻ ഓരോരോ സഹാബിയും അത് ആഗ്രഹിച്ച് കാണും. മോളിൽ കയറിയൊന്നും എനിക്ക് ബാങ്ക് വിളിച്ചാൽ കൊള്ളുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. നല്ലത് ചെയ്തത് അങ്ങനെ വേണമെങ്കിൽ തിരിച്ചാക്കായിരുന്നു. ബിലാൽ സാറിനെ ബാങ്ക് വിളിക്കുന്ന ആൾ അവിടെ വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അബൂബക്കറിനെയോ ഉസ്മാനെയോ ആ ചാൻസ് കൊടുത്തിട്ട് എല്ലാവരും കാണാൻ നമുക്ക് അടുത്ത ഖലീഫ ആവാൻ പോകുന്ന ആളാണ്, താങ്കൾ കയറി ബാങ്ക് വിളിക്കുമെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അത് ചെയ്തില്ല. ആരാണ് ഇതുവരെയും ബാങ്ക് വിളിച്ചിട്ടുന്നത്? അദ്ദേഹം തന്നെ മോളിൽ കയറട്ടെ എന്ന് പറഞ്ഞ് ബാങ്ക് കൊടുത്തത്. എത്ര വലിയ സ്റ്റാറ്റസാണ് കൊടുത്തേക്കുന്നത്. ലിയാഖത്തിൽ നേരെ ഓപ്പോസിറ്റിൽ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അതായത് സത്യം നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിന് എതിരായിട്ട്, മനസ്സാക്ഷിക്ക് എതിരായിട്ട് എങ്ങനെയെങ്കിലും യൂട്യൂബ് വരുമാനം കിട്ടും. നമ്മൾ ഇതായിപ്പോൾ എൻ്റെ ജോലി ഇതായിപ്പോൾ ഇസ്ലാം വിമർശനമാണ് എൻ്റെ ജോലി.
അതിൽ സത്യസന്ധത പുലർത്തണം, അത് കള്ളം പറഞ്ഞ് സത്യസന്ധത പുലർത്തണം എന്നുള്ള രീതിക്കാണ് ഇതെല്ലാം വിമർശിക്കുന്നത്. നിങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വിമർശനം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഖുർആനിൽ ആ തെറ്റുണ്ട്, ഇതുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടുപോകാൻ നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ലോ ലെവലായിട്ട് ആൾക്കാർ കണ്ടാൽ ചിരിക്കുന്ന രീതിയിലുള്ള പറഞ്ഞ് അപഹാസ്യനാവുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു വലിയൊരു സ്റ്റാറ്റസ് കൊടുത്ത് തന്നെ അത് എങ്ങനെയെല്ലാം മാറ്റാവോ അതിനെ വക്രീകരിച്ചിട്ട് ബിലാലിനെ ചെറുതാക്കിയെന്ന് കാണിക്കുന്നത്, വലുതാക്കിയതാണത്. അതുമല്ല, ആ സമയത്ത് കാബയ്ക്കകത്ത് 3 പേര് മാത്രമാണ് കയറുന്നത്, പ്രവാചകനും ബാക്കി 3 പേരും. അതിലൊരാൾ ബിലാലാണ്. ആലോചിച്ചൊക്കെ, അതിൽ അബൂബക്കർ റളിയല്ലാഹു ഇല്ല, ഉസ്മാൻ റളിയല്ലാഹു ഇല്ല, ഉമർ ആരുമില്ല. ഇബ്നു ഉമർ വലിയ വലിയ സഹാബികളെല്ലാം പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ബിലാലിനെ കൊണ്ട് അകത്ത് കെട്ടി ഏതാണ്ട് 1 മണിക്കൂർ നിന്നിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഇബ്നു ഉമർ പോയി ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ എവിടെ നിന്നു, എവിടെ നിസ്കരിച്ചു, എത്ര റക്അത്ത് നിസ്കരിച്ചു. ഇബ്നു ഉമറിൻ്റെ ഒരു ശൈലിയാണ്, പ്രവാചകൻ എന്ത് ചെയ്താലും എവിടെ ചെയ്താലും അവിടെ വെച്ച് തന്നെ പോയി ചെയ്യണം എന്ന് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ബിലാൽ വരുമ്പോൾ ഓടി ചെന്നിട്ട് പോയി ചോദിച്ചിട്ട് ഇത് ചോദിക്കേണ്ട ആ ഒരു ഗ്രേഡ്, ആ ഒരു വലിയൊരു അന്തസ്, ആ സ്ഥാനം ബിലാലിന് നൽകുമ്പോൾ അതിന് നേരെ റിവേഴ്സായിട്ട് പറയാൻ ലിയാഖത്തിലേക്ക് എങ്ങനെ തോന്നുന്നു, ആ കറുത്ത മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്ത പറയുന്നുണ്ട്, ആരാണ് മോസിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബാങ്ക് വിളിക്കുന്ന ആൾ നമ്മുടെ നാട്ടിൽ എന്താണ് വിലയുള്ളത്? അയാളാണ് ഹൗസ് കഴുകുന്നത്, ഒതു കൊടുക്കുന്ന സ്ഥലമെല്ലാം കഴുകുന്ന ആളാണ്. ആ സ്റ്റാറ്റസിലേ കൊടുത്തിരുന്നത് എന്നുള്ളത്. എത്ര ഇതൊരു പച്ചക്കള്ളം. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കഴുകുന്നൊരു ഡ്യൂട്ടി ആയിട്ടന്ന് വെച്ചിരുന്നു. ബിലാൽ അന്ന് മുന്നേ ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞതിന് വോയിസാണ് കാരണം. നല്ലൊരു വോയിസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ, ലൗഡ് വോയിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഡ്യൂട്ടി കൊടുത്തിരുന്നത്. അത് കാണുമെങ്കിൽ തിരുമതിയിൽ 189 ഹദീസിൽ കാണാം. ബിലാൽ അല്ലാതെ നല്ലൊരു വോയിസ് ഉണ്ടായിരുന്നു, നല്ല ലൗഡ് ദൂരെ കേൾക്കുന്ന വോയിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. അല്ലാതെ കറുപ്പായതുകൊണ്ടോ വെളുപ്പായതുകൊണ്ടോ അതിൽ മേന്മ നൽകാനോ എന്നുള്ളതല്ല. കറുപ്പ് വെളുപ്പം അവിടെ വന്നിട്ടില്ല. ബാങ്ക് വിളിക്കാൻ ഒരാൾക്ക് വേണ്ട നല്ല വോയിസാണ്, അത് ബിലാലിനെല്ലാം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ബിലാൽ 3 പേരാണ് അകത്ത് കയറിയത്, 3 കാബയ്ക്കകത്ത് കയറിയത്. അത് കാണണമെങ്കിൽ നസയിൽ 2905 കാണാം. അതുപോലെ 2 മൗദിനുണ്ടായിരുന്നു മദീനയിൽ പ്രവാചകൻ്റെ അടുത്ത്. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാ ഇബ്നു അബി മക്തും എന്ന് പറഞ്ഞ് കണ്ണ് കാണാത്ത സഹാബി. അത് പല സംഭവങ്ങളും എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തും എന്ന് പറഞ്ഞ സഹാബി. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവർ 2 പേർക്ക് 2 മൗദിന് വ്യത്യാസം എന്താ വെച്ചിരുന്നതെന്ന് വെച്ചാൽ, നോമ്പ് സമയത്ത് നമുക്ക് ഇന്നിപ്പോൾ സാധാരണ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അലാറം വെച്ചിട്ട് ആ സമയം നോക്കി കറക്റ്റായിട്ട് എഴുന്നേൽക്കുന്നു, ബാങ്ക് വിളിക്കുന്നവരെ നമ്മൾ ആഹാരം കഴിക്കുന്നു. അതാണ് നമ്മളിപ്പം അലാറമൊക്കെ ഉള്ള സമയത്ത്. അന്ന് അലാറം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യത്തെ ബാങ്ക് ബിലാൽ കൊണ്ട് ആദ്യത്തെ ബാങ്ക് വിളിക്കാൻ പറയും. ആ സമയം എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാം, സഹാർ കഴിക്കാം. രണ്ടാമത്തെ ബാങ്ക് അബ്ദുല്ലാ ഇബ്നു അബൂ മക്തും കൊടുക്കുമ്പോഴത്തേക്ക് സഹാർ നിർത്തണം. അതായത് അത് നിസ്കാരം ഫജറിൻ്റെ സമയം എന്നുള്ളതിന്. അപ്പോൾ 2 ഒരേ ബാങ്ക് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് മനസ്സിലാത്തില്ല ഇത് ഫജറിൻ്റെ ബാങ്കാണോ അത് സഹാർ കഴിക്കാനുള്ള ബാങ്കാണോ എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ഏർപ്പാട് ചെയ്തു വെച്ചിരുന്നു പ്രവാചകൻ. ഫസ്റ്റ് ബാങ്ക്, അതായത് സഹാർ കഴിക്കാം എന്നുള്ളതിന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കും. സഹാറിൻ്റെ സമയം കഴിഞ്ഞു, ഇനി ഫജറിൻ്റെ സമയം എന്നുള്ളതിന് അബ്ദുല്ലാ ഇബ്നു അബൂ മക്തുൻ്റെ ബാങ്ക് കൊടുക്കും എന്നുള്ളത് കാണാം. ഈ ഹദീസ് ബുഖാരിയിൽ 617 ഹദീസിൽ കാണാം. ഇത് അതുമല്ല, ഇത് പറഞ്ഞല്ലോ മൗദി എന്ന് പറഞ്ഞാൽ ഈ ഹൗല് കഴിവാൻ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞല്ലോ. എത്രത്തോളം അജ്ഞതയാണെന്ന് ഓർക്കണം. ഈ അബ്ദുല്ലാ ഇബ്നു അബൂ മക്തും എന്നുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്റ്റാറ്റസ് എത്രയാണെന്ന് വെച്ചാൽ, പ്രവാചകൻ മദീന വിട്ട് പുറത്ത് പോകുമ്പോൾ മദീനയുടെ ഇൻചാർജ് അബ്ദുല്ലാ ഇബ്നു അബൂ മക്തുമാണ്. ഹൗലിൻ്റെ ഇൻചാർജ് അല്ല, ടോട്ടൽ മദീനയുടെ ഇൻചാർജ്. പ്രവാചകൻ്റെ ഇല്ലാത്ത ആ സ്ഥാനം കൊടുത്തിരുന്നത് അബ്ദുല്ലാ ഇബ്നു അബൂ മക്തുമാണ്. അല്ലാതെ ഹൗല് കഴിവാന്നല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ഡൗൺ ആക്കണം. ഇസ്ലാം നല്ലതെന്ന് പറഞ്ഞാൽ അതിന് ചീത്തയാണ്. ഇതെല്ലാം യുക്തിവാദികൾക്കല്ലാതെ കപടതയാണ്, മനസ്സിൽ കംപ്ലീറ്റ് കപടത. സത്യത്തിൽ നിന്നൊക്കെ ഒരുപാട് ഒരു വ്യതിചലിച്ച് പോയി. അതിനാണ് നമ്മളിത് ബെനക്കെട്ടുന്ന ഇതിങ്ങനെ ഇവരുടെ ഇത് ഇവിടെ തോല് ഉരിച്ച് കാണിക്കണം എന്നുള്ളതിന് കാണിക്കുന്നത്. എത്രത്തോളം കപടന്മാരാണ് ഇവരെന്നുള്ളത്. നല്ലതിനെല്ലാം ചീത്തയ്ക്ക് കാണിക്കുക. കുറച്ച് പേരെങ്കിലും കേട്ടാൽ കൈയടിക്കാൻ കാണാം, ശരിയാണല്ലോ, ഈ പണിയാണല്ലോ പ്രവാചകൻ കൊടുത്തത്. അപ്പോൾ മദീന നോക്കുന്ന അന്നത്തെ മൗദി എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ മദീനയുടെ ഇൻചാർജ് ആക്കിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അത്രയും സ്റ്റാറ്റസുള്ള വർക്കായിരുന്നു, ആ ജോലിയായിരുന്നു അത്. അല്ലാതെ ഇന്നത്തെ പോലെ കൂലി നമുക്ക് ഇന്ന് കാണുന്ന ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. അന്നത്തെ ഒരു ശമ്പളത്തിന് വയ്ക്കുന്ന സെറ്റപ്പ് ഒന്നും അന്നില്ല. പിന്നെ ബിലാലിന് കൊടുത്ത വേറൊരു മേന്മ എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ ഇതിന് മെഹറാജിന് പോകുമ്പോൾ സ്വർഗത്തിൽ വെച്ചിട്ട് പറയും, ഞാൻ എന്നെക്കാട്ടി മുമ്പേ ബിലാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം, നടക്കുന്ന ശബ്ദം, ഓരോരുത്തർ നടക്കുമ്പോൾ ഓരോ സ്റ്റൈൽ കാണുമല്ലോ. ചിലർ കാലിൻ്റെ ആ ഒച്ചയായിട്ട് തന്നെ പറയാൻ പറ്റും ഇന്നാരാണ് വരുന്നത്, നടക്കുന്നതിൻ്റെ സ്റ്റൈൽ വെച്ചിട്ട്. ബിലാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ അവിടെ കേട്ടു. ബുഖാരി 1249 കാണാം. എന്നിട്ട് തിരിച്ചിവിടെ മഹാരാജ് തിരിച്ചൊരു ബിലാലിൻ്റെ അടുത്ത് ചോദിക്കും, ഞാനവിടെ താങ്കളുടെ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ട് എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ളവർ ചെയ്യാത്ത താങ്കൾ എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ബിലാൽ എല്ലാം പറയും, ഒന്നുമില്ല, ഞാൻ എപ്പോഴൊക്കെ ഉദു ചെയ്യുന്നോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, ഇത്രയേ ഉള്ളൂ. എപ്പോഴെല്ലാം ഉദു ചെയ്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അപ്പോൾ അതിന് അള്ളാഹു കൊടുത്ത ഒരു ദർജയാണ്, ഒരു സ്റ്റാറ്റസാണത്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇങ്ങനെയുള്ള ഒരാളിനെയാണ് എങ്ങനെയെങ്കിലും ഇവർ ഒരു ഹൗല് വീഴാൻ വിട്ടു, അത് വിട്ട് മോളിൽ കയറി വാങ്ങിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വെറുതെ വായത്തൊന്ന് പറയാന്നുള്ളത്. ഇതാണ് ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള ബിലാൽ റളിയല്ലാഹു കാബയ്ക്കകത്ത് കയറ്റുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കാൻ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്തു, ഈ കറുത്ത ആളിനെയാണോ താങ്കൾ കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സ്റ്റാറ്റസിലാണ് ചെയ്തേക്കുന്നത്. അതായത് അന്നത്തെ ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും പ്രവാചകൻ സ്റ്റാറ്റസ് കൊടുത്താണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് തെളിവ്. ഈ തെളിവ് ലേഖത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ താഴ്ത്താനാണോ ഇത് ഉയർത്താനാണോ കൊണ്ടുപോയത്? ഉയർന്നവർ ജോലിക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു അടുത്ത ക്വസ്റ്റ്യൻ്റെ അവർ കറക്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. ഇത് ഒരു ഹദീസിനകത്ത് എല്ലാം വരണമെന്നില്ല. ചിലപ്പോൾ റിപ്പോർട്ട് പറയുന്നത് ആ റിപ്പോർട്ടിൽ കാണത്തില്ല, മറ്റിടത്ത് കാണും. മറ്റിടത്ത് ഇങ്ങനെ ചെയ്തതിനെ ബിലാൽ ഈ കേസിനല്ല മറ്റൊരു കേസിന് പ്രവാചകൻ കറക്റ്റ് ചെയ്യുന്ന കാണാം. അബൂദർ ആയിട്ട് സംഭവം അറിയാമല്ലോ, ഒരു അടിമ ഉണ്ടായിരുന്നു. അപ്പം ആ അടിമയെ ഈ വർണ്ണം വെച്ച് പറയും, താങ്കളുടെ മാതാവ് അറബല്ല എന്നുള്ള രീതിയിൽ താഴ്ത്തി സംസാരിക്കും. അപ്പോൾ ഒരു റേസിസം എന്നുള്ള രീതിയിൽ അത് പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ എതിർക്കും. ജാഹിലിയത്തിൻ്റെ സ്വഭാവങ്ങൾ ഇപ്പോഴും നിങ്ങൾ വിട്ടുപോയിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ആൾക്കാരുടെ ഫുള്ളായിട്ട് പുതിയ മുസ്ലിമായിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അവർക്ക് പല പഴയ ആചാരങ്ങളും അല്ലെങ്കിൽ പഴയ ചെയ്തികളെല്ലാം കാണും. ഇത് നിങ്ങൾക്ക് അബൂബക്കർ വൃത്തിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്നത് കാണാം. അതെല്ലാം നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ ജസ്റ്റ് വരുന്നതേ ഉള്ളത്, അത് പഴയ സ്വഭാവങ്ങൾ ഉടനെ മാറത്തില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ ആളിനെ അപ്പോഴും കറക്റ്റ് ചെയ്യണം പ്രവാചകൻ. ജാഹിലിയത്തിൻ്റെ സ്വഭാവങ്ങൾ ഇന്ന് മാറിയിട്ടില്ലേ, ഇതിങ്ങനെ പറയാൻ പാടില്ല എന്ന് കറക്റ്റ് ചെയ്യുന്നത് തിർമിദി, അതായത് മുസ്ലിം 1661A എന്ന ഹദീസിൽ കാണാൻ പറ്റും പ്രവാചകൻ തിരുത്തുന്നത്. അതിനുശേഷമാണ് ഈ അബൂദർ താൻ കൊടുക്കുന്നത് അടിമയ്ക്ക് അതേ ആഹാരം കൊടുക്കുക, അതേ വസ്ത്രം കൊടുക്കുക എന്നുള്ള ഹദീസ് നമ്മുടെ അടിമ സമ്പ്രദായമായിട്ട് എപ്പോഴും പറയുന്ന ഹദീസാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹദീസാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് വിഷമിച്ച് ആ അടിമയോട് പോയിട്ട് മാപ്പ് ചോദിച്ച് അവസാനം ഈക്വലായിട്ട് കണ്ട് അവസാനം വരെ അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇസ്ലാം ചെയ്ത റെവല്യൂഷൻ. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇന്നിവിടെ ഉണ്ടല്ലോ ഈ കറുപ്പ് വെളുപ്പും വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ലോകം മൊത്തം ഉണ്ട്. ഇസ്ലാം അത് പ്രവാചകനകത്ത് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചത്? ഇതിനെക്കാട്ടി വർഗ്ഗവെറിയും പിന്നെ ഭാഷാ വെറിയും ഉണ്ടായിരുന്ന ആൾക്കാരാണ് അന്നത്തെ ആൾക്കാർ. 21 വർഷം കൊണ്ട് എങ്ങനെ തലകീഴായിട്ട് മാറ്റിയവരെ. അത് പറയേണ്ട സ്ഥലത്ത് ഒരാവശ്യമില്ലാത്ത കള്ളങ്ങളും കപടതകളും ലേഖനത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ഇന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഒരു വലിയ ഇന്ത്യയിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയും ഇതെല്ലാം ചിലവാക്കുന്നുണ്ട്, ഇങ്ങനെ ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട്. ഇപ്പോഴും പക്ഷേ അങ്ങനെയൊന്നും സിസ്റ്റം മാറിയിട്ടില്ല. ഇപ്പോഴും എല്ലാവരും മനസ്സിലാക്കാത്തതുകൊണ്ട് പല സ്ഥലത്തും ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പത്രങ്ങൾ ഡെയിലി കാണുന്നതാണ് ഈ പേരിൽ നടക്കുന്നത്. ഇസ്ലാം അതെങ്ങനെ പ്രാക്ടിക്കൽ മനസ്സിൽ നിന്ന് തന്നെ മാറ്റിയത് അങ്ങനെ ഹജ്ജിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റി? ഇത്രയും പേരെ ലോക്കലായിട്ട് നിസ്കരിക്കുന്നിടത്ത് ഞങ്ങളുടെ മനസ്സിലില്ലല്ലോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നും അറിയത്തില്ല. ലിയാഖത്തിൽ ആരായാലും നമ്മൾ പല ജാതികളിൽ നിന്ന് വന്നതാണ് ഇവിടെ. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏത് ജാതിയിൽ നിന്ന് വന്നെന്നുള്ളത് ഇല്ല. അതെങ്ങനെ ഇസ്ലാം തുളച്ച് കളഞ്ഞത്? അതെല്ലാം മാജിക്കാണ്, ഇസ്ലാമിൻ്റെ മാജിക്കാണ്. എന്നിട്ടാണ് ഇസ്ലാം ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് പ്രവാചകൻ. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇങ്ങനെയുള്ള റിസൾട്ടൊന്നും കിട്ടത്തില്ല. ഉദ്ദേശം അതല്ലെന്ന് ദൈവത്തിൻ്റെ മതമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത് ഇതിനകത്ത്. അപ്പം ഇതാണ് ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ള മറുപടി. പിന്നെ പറയുന്ന ഒരു ആരോപണം, ഒരു എത്യോപ്യൻ അടിമ, അതായത് കറുത്ത തല ചുരുണ്ട മുടിയുള്ള ഒരു എത്യോപ്യൻ അടിമ നിങ്ങളുടെ ഇമാമായിട്ട് വന്നാൽ നിങ്ങൾ അനുസരിക്കണം. കണ്ടില്ലേ എത്യോപ്യൻ അടിമ എന്ന് പറഞ്ഞു, മുടി ചുരുണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അതും നമ്മൾ ഇത്ര നേരം പറഞ്ഞ തന്നെയാണ്. അത് ജനങ്ങളുടെ കാഴ്ചപ്പാടാണ്, അന്നത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഇമാമിനെ അനുസരിക്കാതിരിക്കരുത്. ഇമാം തന്നെയാണ്. അപ്പോൾ സ്ഥാനം നൽകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഓപ്പോസിറ്റായിട്ട് പറയുന്നത്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവൻ താഴ്ന്ന ആളായിരിക്കാം, അവനൊരു എത്യോപ്യൻ അടിമയായിരിക്കാം, അല്ലെങ്കിൽ കറുത്തവർക്കാരനായിരിക്കാം. നിങ്ങൾ താഴ്ന്ന് കാണിക്കുന്നവൻ്റെ നിങ്ങളുടെ മുടി നല്ല ഇടതൂർന്ന് കാണും, പക്ഷേ അവരുടെ മുടി ചുരുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ താഴ്ത്തി വെച്ച് കാണിച്ചു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. അവൻ നിങ്ങളുടെ യജമാനാണെങ്കിലും കേട്ടേ പറ്റൂ, കേൾക്കണം. ഇതിലൊന്നും ഒരു ഉയർച്ച താഴ്വോ ഇല്ല കളറിൽ എന്ന് പറയുന്നതിന് കണ്ട യജമാൻ ആയതുകൊണ്ട് കേൾക്കണം. അവൻ പക്ഷേ താഴ്ത്തയാണ്. യജമാൻ അവൻ താഴ്ന്ന ആളാണെങ്കിൽ എങ്ങനെ അവിടെ വരെ ആവും? യജമാൻ എങ്ങനെ ആവും? വിടുവോ? ഏതെങ്കിലും സ്ഥലത്ത് വെള്ളക്കാരനെ താണ്ടി കറുത്താളിനെ വരാൻ സമ്മതിക്കുമോ? താത്തിയല്ലേ കാണത്തുള്ളൂ. താത്തി കാണുന്ന ആളെങ്ങനെ അവർ മുമ്പിൽ വരും, മുകളിൽ വരും. ഇപ്പം നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാലെല്ലാം അതെങ്ങനെയെങ്കിലും പറഞ്ഞിപ്പം അത് അവരെ കറുത്ത മുടിക്കാരനാക്കി. അത് അന്നത്തെ കാഴ്ചപ്പാടാണ്. ആൾക്കാർ കണ്ടത് കണ്ടിരുന്നു. അവരുടെ മനസ്സിൽ നിന്ന് ഫുള്ള് പോയിട്ടില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വന്നു. യജമാനായിട്ട് വന്നാലും കേൾക്കണം നിങ്ങൾ. അത് താഴ്ത്തി കാണരുത്. താഴ്ത്തി കാണരുത്. നിങ്ങളുടെ യജമാൻ, നിങ്ങളുടെ ലീഡർ തന്നെയാണ്. നിങ്ങളുടെ ഖലീഫ തന്നെയാണ്. നിങ്ങളുടെ ഗവർണർ തന്നെയാണ്. കളറിൽ നോക്കരുത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞ കാര്യം. പിന്നെ അവസാനം പറയുന്നുണ്ട്, ഇസ്ലാമിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഈവിളും തിന്മയും, വെള്ള എന്ന് പറഞ്ഞാൽ നന്മയും എന്ന് ലിയാഖത്തിൽ പറഞ്ഞ് ഈ ക്ലിപ്പിൽ തീർക്കുന്നുണ്ട്. അതെവിടെ നിന്ന് കിട്ടി ലിയാഖത്തിൽ? കറുപ്പ് തിന്മയാണെന്നും വെളുപ്പ് നന്മയാണെന്നും എവിടെ പറഞ്ഞിട്ടുണ്ട്? പ്രവാചകൻ കറുത്ത ടർബൻ കെട്ടിയിട്ടുണ്ട്. അത് മറ്റ് സമുദായങ്ങളിൽ ശകുനങ്ങൾ അല്ലെങ്കിൽ കറുപ്പ് മോശമാണ് എന്നൊക്കെ പറയുന്ന
സംഭവങ്ങളുണ്ട്. ഇസ്ലാമിൽ അത് തൂത്തെറിഞ്ഞതാണ്. കറുപ്പ് മോശമാണെങ്കിൽ അല്ലെങ്കിൽ അത് എന്താ തിന്മയുടെ ഇതാണെങ്കിൽ പ്രവാചകൻ കറുത്ത ടർബൻ കെട്ടുമോ? മുസ്ലിം 1358 അത് പോട്ട് ഇസ്ലാമിലേക്ക് വരാം. നമ്മുടെ കാഴ്ചപ്പാടെന്താ? നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, പൊതുവേ ഉള്ള ഇന്ന് നമ്മുടെ ഇടയിലും ശരി, നമ്മുടെ നാട്ടിലും ശരി, പിന്നെ വിദേശത്താണെങ്കിലും ശരി, ഈ ബ്ലാക്കിനെ കുറിച്ച് എന്താണ്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ബാഡ്ജ് കിട്ടുന്നു, ബ്ലാക്ക് കൊടി കിട്ടുന്നു. അതെന്താണ് കാരണം? ഇസ്ലാം പറഞ്ഞിട്ടാണ്. അതിനെക്കുറിച്ച് ലിയാഖത്തിൽ എന്ത് പറയുന്നു? തിന്മയുടെ പ്രതീകമായിട്ടാണ്. അപ്പം അതിൻ്റെ അർത്ഥം ബ്ലാക്ക് ആൾക്കാർ, കറുപ്പ് ആൾക്കാരെല്ലാം തിന്മയുടെ ആൾക്കാരെന്നാണോ അതിൻ്റെ അർത്ഥം? അത് ലിയാഖത്തിലേക്ക് ഉത്തരം പറയേണ്ടത്. ലിയാഖത്ത് അലി ആണെങ്കിൽ നാളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, യുക്തിവാദികളുടെ കൂടെ മരിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കെട്ടിയിട്ടായിരിക്കും പോകുന്നത്. അതിൻ്റെ അർത്ഥം ബ്ലാക്ക് തൊലിയുള്ളവരെല്ലാം മോശമെന്നാണ്, തിന്മയുടെ ആൾക്കാരാണെന്നാണ് അർത്ഥം. നിങ്ങൾ സെൽഫ് ഗോൾ അടിക്കുകയാണത്. ലോകത്താണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്കിൽ വെച്ചിട്ട് ഈ ബ്ലാക്ക് ആ പേര് വെച്ചിട്ട് ചെയ്തേക്കുന്നത്. എല്ലാം തിന്മയ്ക്കും വെച്ചേക്കുന്ന പേര് പൊതുവെയുള്ള മറ്റ് സ്ഥലങ്ങളിലാണ്, ഇസ്ലാമല്ല. ബ്ലാക്ക് മാജിക്, അത് ഒരാളെ ദ്രോഹിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ആ മാജിക്കിന് ബ്ലാക്ക് മാജിക് എന്ന് പറയും. ഒരാൾ തെറ്റ് ചെയ്തതിനുണ്ട് അവൻ്റെ കറുത്ത കരങ്ങൾ അതിൽ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. ഒരുത്തനെ കൊല്ലുകയോ അല്ലെങ്കിൽ മോശം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത കരങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ കറുത്ത കരമുള്ളതെല്ലാം മോശമായ ആൾക്കാരാണ്. ഇതിൽ ഇസ്ലാം പറഞ്ഞതാണോ? ഇത് പൊതുവെ എല്ലാവരും പറയുന്നതല്ലേ ഇത്? ബ്ലാക്ക് മാജിക്ക്, ബ്ലാക്ക് മണി. അതെന്താ ബ്ലാക്ക് മണി? അത് ബ്ലാക്കും തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്ന ബ്ലാക്കും നല്ലത് വൈറ്റും. അവൻ ബ്ലാക്ക് വൈറ്റ് ആക്കി എന്ന് പറയുന്നു. അന്ന് തിരിച്ച് പറയാത്ത എന്താ? തെറ്റായി സമ്പാദിക്കുന്ന വൈറ്റ് മണി എന്ന് പറയാത്ത എന്താ? അതുപോലെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിന് വൈറ്റ് കോളർ ജോബ്, ഫാക്ടറി ചെയ്യുന്നതിനെല്ലാം അടുക്കൽ ചെയ്യണം, ഇത് നല്ല അവൻ്റെ വൈറ്റ് കോളർ ജോബാണെന്ന് പറഞ്ഞാൽ അത് വലിയതായിട്ട് പറയുന്നത്. അതെന്താ പറയുക? അത് ഇസ്ലാമാണ് പഠിപ്പിച്ചത്. അതുപോലെ പിന്നെ അത് വേറൊന്ന് പറയുന്നത് മുസ്ലിയാക്കന്മാർ, അതായത് ഇസ്ലാമിൽ വെള്ളയിട്ടാണ് നടക്കുന്നത്. അതിന് കാരണം ഹദീസിൽ തന്നെ ഉണ്ട്. അത് ക്ലീൻലിനെസ്സിൻ്റെ സിമ്പലാണ്. വെള്ളയിട്ട് അഴുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം വളരെ ക്ലീനായിട്ട് നിൽക്കുന്ന വേണ്ടവർ അത് എടുത്തുകൊണ്ട് പോകാമെന്നുണ്ട്. അല്ലാതെ മേന്മയായതുകൊണ്ടല്ല. പല ഡ്രസ്സുകളും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രവാചകൻ ബ്ലാക്ക് ടർബൺ കിട്ടിയിട്ടുണ്ട്. വെള്ള നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കുന്നത് അത് ചെയ്യാം. അത് ഇസ്ലാം മാത്രമല്ല, പാതിരിമാരും ബാക്കി ആൾക്കാരെല്ലാം ഈ വെളുപ്പ് നല്ല നീറ്റായിട്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സമാധാനത്തിൻ്റെ കൊടി വെള്ളക്കൊടി കാണിക്കുന്നത് എന്തിനാണ്? അതെന്താ വ്യത്യാസം? കറുപ്പ് വെള്ളം തമ്മിൽ വ്യത്യാസം എന്താ? ഒരു കൊടി അത് അന്ന് പോലെ അത് വെച്ചു, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കറുപ്പെല്ലാം മോശമാണെന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ പറയാറുണ്ട് അവൻ്റെ മനസ്സ് കറുത്തവനാണ്. ഞാൻ തന്നെ വെത്രോട്ടം പറഞ്ഞു. അത് പൊതുവെ പറഞ്ഞാണ്, ഇസ്ലാം പഠിപ്പിച്ചല്ല. അത് പൊതുവെ പറയുന്ന വാക്കിലാണ് ഞാനും പറഞ്ഞത്. പക്ഷേ മറ്റവൻ്റെ മനസ്സ് നല്ലതാണെങ്കിൽ അവൻ്റെ പാൽ പോലെ നല്ല വെള്ള മനസ്സാണ് അവൻ്റെ. അതെവിടെ നിന്ന് കിട്ടിയത്? അതുപോലെ ഒരുപാട് പറയാം. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കളയെന്ന് പറയും. അത് മോശമായ ലിസ്റ്റിനാണ് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയും. അത് കൂട്ടത്തിൽ ആരെങ്കിലും ഈ സ്പൈ വല ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടത്തിന് എതിരായിട്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് എതിരായിട്ട് ചെയ്യുന്ന ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയും. ഒരു കറുത്ത ഏട്, ചരിത്രത്തിലൊരു കറുത്ത ഏട് എന്ന് പറയുന്നു. ഇതെല്ലാം പൊതുവെയുള്ള എല്ലാവരും പറയുന്നത്. ഇസ്ലാം അങ്ങനെ പ്രത്യേകിച്ച് ഇസ്ലാമല്ല ഇതെല്ലാം പറഞ്ഞത്, പൊതുവെ പറഞ്ഞത്. അതിനകത്ത് ലേഖനത്തിൽ ചോദിക്കാത്തത് നാളെ ഒരു വീഡിയോ കറുത്ത ഇത് ലോകത്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഇങ്ങനെ ഒരുപാട് വേർഡ്സ് നിങ്ങൾ കറുപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് നിർത്തിയിട്ട് എല്ലാം വൈറ്റ് ആക്കണം അല്ലെങ്കിൽ റെഡ് ആക്കണം, വേറെ എന്തെങ്കിലും ഒന്നും പറയാത്തത്. അതാണ് ചെയ്യേണ്ടത്. അതിൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ബ്ലാക്ക് മാർക്ക് എന്ന് പറയും. ഒരാളെ മോശം കാണിക്കണമെങ്കിൽ അവൻ്റെ റെക്കോർഡിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്, കറുത്ത പുള്ളി ഉണ്ടെന്ന് പറയും. ഇതൊക്കെ അതായിട്ട് പൊതുവേ ലോകത്ത് അങ്ങനെ വന്നുപോയി. പക്ഷേ ജാതി രീതിയിൽ ഇപ്പം അയ്യർമാർ തന്നെ ആലോചിക്കുക. അയ്യരാണ് അവർ പറയുന്നത് ഏറ്റവും വലിയ അയ്യർ എന്നുള്ളത് ജാതി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ വീട്ടിലൊരു മരണം ഉണ്ടായാൽ അതെടുക്കാൻ അതിന് കറുപ്പ് അയ്യർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ അതിനൊക്കെ അറിയാൻ പറ്റും. കറുപ്പ് അയ്യർ എന്ന് പറഞ്ഞാൽ അയ്യറിൽ തന്നെ കറുപ്പ് അയ്യറുണ്ട്. അവരെ വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാനായിട്ട്, എന്താണ് ഈ കർമ്മങ്ങൾ ചെയ്യാനും അത് ചെയ്യാനും. കുറച്ച് നേരം വെക്കത്തുള്ളവർ വീട്ടിലൊക്കെ ഡെഡ് ബോഡി കഴിഞ്ഞാൽ അപ്പോഴേ എടുത്ത് മാറ്റിക്കണം. അത് വാപ്പാണെങ്കിലും ഉമ്മാണെങ്കിലും അവരെ അപ്പോഴേ മാറ്റി അതെടുത്തുകൊണ്ട് പോകും. അത് കറുപ്പാണ് അതിനെ വെച്ചേക്കുന്നത്. ഇതൊന്നും ഇസ്ലാമിലില്ല. പുറപ്പാണ് ഇസ്ലാം കറുപ്പിന് അങ്ങനെ ഈവിൾ അല്ലെങ്കിൽ തിന്മയുടെ ഇതായിട്ട് കണ്ടിട്ടില്ല. അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ബ്ലാക്ക് ടർബൻ ആണ് പ്രവാചകൻ കിട്ടിയതെന്നുള്ള മുസ്ലിം 1358 കാണാം. കറുത്ത കുതിര നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് തിരുമതിയിൽ 1696. അപ്പോഴത്തേക്ക് ഇത് പട്ടിയുടെ കൊണ്ടുവരും, കറുത്ത പട്ടി കൊല്ലാൻ പറഞ്ഞു എന്നുള്ളത്. അത് ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു ബ്രീഡിലുള്ള പട്ടി, കറുത്ത പട്ടിയും, അത് ജെറ്റ് ബ്ലാക്ക്, സാധാ കറുപ്പൊന്നുമല്ല, ഫുൾ കറുപ്പും കണ്ണിൽ 2 പുള്ളിയുള്ള, അതിനെ കണ്ട കൊല്ലണമെന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ കടിച്ചുകൊണ്ടിരുന്നു. അത് ശൈത്താനാന്ന് പറഞ്ഞു. ആണ്ടാ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആ ശൈത്താനല്ല, നമ്മൾ പറയുന്ന ശൈത്താനല്ല, ഈ വിളിനെ ശൈത്താൻ എന്ന് പറയും. കവിത എഴുതുന്ന ആളുണ്ടല്ലോ, മോശമായ കവിത എഴുതുന്ന അവരെ ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ തെറ്റ്, മോശം അല്ലെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്, അതിനെല്ലാം ശൈത്താൻ എന്ന് പറയും. അങ്ങനെയാണ് ഈ കറുത്ത പട്ടിയെ ശൈത്താൻ എന്ന് പറഞ്ഞതും അതിനെ കൊല്ലാൻ പറഞ്ഞത്. ആ പ്രത്യേക ബ്രീഡിലുള്ളത് ആൾക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനെ കണ്ടാലേ നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ അതിനെ പിടിച്ചെന്തെങ്കിലും ആ സമയത്ത് നടന്നിട്ടുണ്ടാവും. അതിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ കറുപ്പായതുകൊണ്ടല്ല, ആ പട്ടിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. അതിന് കുതിരയ്ക്ക് വരുമ്പോൾ ബ്ലാക്ക് ഹോഴ്സ് നല്ലതാണെന്ന് പറയുന്നത് തിരുമതിയിൽ 1696 കാണാം. ഇപ്പോൾ ബ്ലാക്ക് മോശമാണെങ്കിൽ കുതിരയിലും മോശമുണ്ട്. കുതിരയിൽ ബ്ലാക്കാണ് നല്ലതെന്ന് പറഞ്ഞേക്കുന്നത് 1696. ഇപ്പം ബ്ലാക്ക് ഡോഗ്, കണ്ണിൽ 2 സ്പോട്ടുള്ള ഡോഗിനാണ് കൊല്ലേണ്ടതെന്നുള്ളത് മുസ്ലിം 1572 കാണാം. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാ കളറും ചേർത്തിട്ടാണെന്നുള്ളത് തിരുമതി 2953 കാണാം. ലോകത്തുള്ള എല്ലാ മണ്ണും ചേർത്തിട്ട് ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യൻ പല കളറിൽ വന്നേക്കുന്നുള്ളത് തിരുമതി 2953 കാണാം. യുദ്ധത്തിന് പോകുമ്പോൾ
കറുത്ത കൊടിയാണ് പ്രവാചകൻ യൂസ് ചെയ്തിരുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ ബ്ലാക്ക് കൊടി, ബാനർ വൈറ്റും, അത് മിസ്കാത്തൽ മസാബി എന്ന് പറഞ്ഞാൽ 3887 അല്ല ഹദീസിൽ കാണാം. അതായത് കറുത്ത കൊടിയും ഓരോ ഗ്രൂപ്പിന് കൊടുക്കുന്ന കൊടി കറുപ്പും, പൊതുവേ ഉള്ള ബാനർ വെള്ളയാണ്. അപ്പം വെള്ളയും കറുപ്പും അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല. അത് പൊതുവേ യൂസ് ചെയ്തിരുന്നതാണ്. ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയാവുന്നത്. ഹജർ അൽ അസ്വദ് അത് കറുപ്പല്ലേ അത് പിന്നെ ഒരു ഹദീസ് എടുത്ത് വേണമെങ്കിൽ പറയാം അത് വെള്ളയായിരുന്നു, അത് മാറി പാവങ്ങൾ കൊണ്ട് മാറി. അത് ഹദീസ് ശരിയല്ല, സഹിയല്ല അത്. കാരണം അതിൻ്റെ പേര് തന്നെ ഹജർ അൽ അസ്വദ് ആണ്. ആദ്യം പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന കല്ല് തന്നെ കറുപ്പ് കളർ കല്ലാണ്. അപ്പോൾ അതൊന്നും അങ്ങനായി. ആ കറുപ്പ് ഇസ്ലാമിൽ തിന്മയാണെങ്കിൽ അങ്ങനെ വയ്ക്കുമോ? കാബയിൽ പുറത്ത് ചെയ്യുന്ന ആ മൂടുന്ന തുണി ബ്രോക്കേഡ് കിസ്വ എന്ന് പറയുന്നത് അത് ബ്ലാക്ക് അല്ലേ, അന്ന് വെള്ള ഇടാത്തത്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും ഇബ്രാഹിം നബിയുടെ കാലം മുതൽ ഇന്നുവരെയും നേരെ നോക്കി കിബ്ല കാണുന്നത്, അവിടെ നോക്കി ആ ഡയറക്ഷനിൽ നോക്കിയാണ് എല്ലാവരും നിസ്കരിക്കുന്നത്. അതിന് തന്നെ കറുപ്പ് വെച്ചിട്ട് മുടിയേക്കുന്നത്. അപ്പോൾ കറുപ്പ് ഈവിളാണ്, തിന്മയാണെങ്കിൽ ആരും ചെയ്യുമോ? അപ്പോൾ വെറുതെ ഈ കറുപ്പും വെളുപ്പും തിരിച്ച് കാണിക്കുകയാണ്. അതാണ് കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്ത് എന്ന് പറയുന്നത്. നേരെയുള്ള വെളുപ്പിനെ കറുപ്പെന്ന് പറയുക. കറുപ്പിനെ അബുലഹബ് പറഞ്ഞിരുന്നില്ല, അതേ കഥയാണ് ലിയാഖത്ത് അത് ഉടനെ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എക്സ് മുസ്ലിംസിൻ്റെ ഒരു രീതി, അവരുടെ മനസ്സ് ഇതാണെന്ന് ഓർക്കുക. ഈ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഞാൻ ഇസ്ലാമിൽ അത് ശരിയല്ല, ഇത് ശരിയല്ല, പ്രവചനം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പോയവരെല്ലാം ഇങ്ങനെയുള്ള നേരെ സത്യത്തിന് നേരെ മുഖം മറച്ചു പിടിക്കുകയും സത്യത്തിന് അസത്യം എന്ന് പറയുകയും അസത്യത്തിൻ്റെ സത്യം എന്ന് പറയുന്ന ആ മനസ്സ്, അവരുടെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് ആയെന്നുള്ളതിൻ്റെ ലിയാഖത്തിലെ ഒരു വലിയ ഉദാഹരണമാണ്. അതാണ് ഈ വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണാം. ഇതോടെ നമ്മളത്